ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് തിരുവോണമാണ്. തിരുവോണമായിട്ട് രാവിലെ അമ്പലത്തിലൊക്കെ രാവിലെ എന്ന് പറഞ്ഞാൽ 8-9 മണിയായിട്ടോ ഇപ്പം. അപ്പോൾ നമ്മുടെ ശില്പക്കുട്ടിയും ഫാമിലിയായിട്ട് കുറേ നേരമായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ പൂജ നടക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള അമ്പലം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും, കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് ഭഗവാനെ തൊഴുവാനും പറ്റും. അതുകൊണ്ട് സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെയുള്ള പണ്ടൊക്കെ പോകുമായിരുന്നു. ഇപ്പം ഭയങ്കര പാടാണ് കേട്ടോ അമ്പലത്തിൽ. ഇപ്പം ഭയങ്കര ദൂരമുള്ള ദൂരം ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെയും പോകും തോന്നും. അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മനമാറ്റം. നമുക്ക് ജമ്മംകുളത്ത് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഒരു കെട്ടിയൊക്കെ നിൽക്കല്ലേ. അപ്പോൾ അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലത്തിൽ വന്നപ്പോൾ അവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അത്തപ്പൂവൊക്കെ ഇട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് നമ്മുടെ ഗൗരിക്കുട്ടി നല്ല ചുണ്ടടിയൊക്കെ ആയി, നല്ല ചുണ്ടരി പെണ്ണായി. ഞങ്ങൾ 10 രൂപ വരെ ഇട്ട് ഇല്ലേ. എൻ്റെ സുന്ദരകുട്ടന്മാരിങ്ങനെ വായും തുറന്ന് വായി നോക്കി നടക്കുന്നത്. ഇവിടെ നടുവേദനയാണ്, നടു കൈ വെച്ച് നടക്കുന്നത്. ശില്പൻ്റെ അടുത്ത് പറയുന്നത്, അതായത് ഇവിടെ നാഗരാജാവ് ഇരിക്കുന്നിടത്ത് നാഗപ്പൂ ഉണ്ടെന്നാണ് കേട്ടോ. അതിന് വേറെ എന്തൊക്കെ പേരുണ്ട്, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ അത് കാണാനായിട്ട് കേട്ടോ ഞങ്ങളിങ്ങനെ പോകുന്നത്. അപ്പോൾ കാണാൻ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് ക്യാമറയിൽ എത്ര ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ പേര് അത് തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല, ഒന്നത് ശില്പയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. അതിന് അടിപൊളി അത്തപ്പൂക്കൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ ഇനി എവിടെയും കറങ്ങാനുള്ള സമയമില്ല, കാരണം വയറ് നല്ലതായിട്ട് വിശക്കുന്നു. ഇനി നിന്നാൽ ശരിയാകത്തില്ല. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഇവിടെ നല്ല പുട്ടും പയറും പപ്പടവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സദ്യ എല്ലാം രാവിലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാവം അമ്മ രാവിലെ എനിക്ക് എല്ലാം ശരിയായിരുന്നു. നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാൻ പറഞ്ഞ്. പിന്നെ രാവിലെ അമ്മ അമ്പലത്തിലൊക്കെ പോയിരുന്നു. അമ്പലത്തിൽ പോയോന്ന് അറിയാം, ഇവിടെ പങ്കാൾ തന്നെ പോയെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അമ്മ ഉണ്ടായിരുന്നു താമസിച്ച കേട്ടോ എണീറ്റതൊക്കെ. അമ്മ എല്ലാം അങ്ങ് ചെയ്തോളും എന്നല്ല, അമ്മ ചെയ്തോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുക്കള കയറിയതേ ഇല്ല. അങ്ങനെ അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ കുപ്പിവള ഇടുന്നത്. അതുകൊണ്ട് എന്താ ഇനി 2 കുപ്പികളോട് പിടിച്ചേക്കണം അത്ര തന്നെ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തായിരുന്നു ഓണം എന്ന് പറഞ്ഞ ഓണം. നല്ല തിരുവോണത്തിൻ്റെ നിലത്തിരുന്ന് ഇലയൊക്കെ ഇട്ട് നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച്. ഇന്നത്തെ പിള്ളേർ നോക്കിയ വീഡിയോ കണ്ട് നിലത്തൊന്നും ഇരിക്കത്തില്ല, എന്ത് പിള്ളേരല്ലേ. നമ്മൾ സദ്യ കഴിച്ചിട്ട് പോകുന്നത് മൈജിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ എന്തിനാ ഇതിനകത്തൊക്കെ അടുത്ത വീഡിയോ പറയാം. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.